प्यारे बच्चों, आदाब। आप कैसे हैं? अच्छा अच्छा है ना? बहुत अच्छा. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് സാർ വിശ്വസിക്കുന്നു. 6ാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷ എഴുതാതെ, നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരോട് ടാറ്റ പറയാതെ, നിങ്ങളുടെ സ്നേഹനിധികളായ അധ്യാപകരോട് യാത്ര പറയാതെ, വെക്കേഷൻ സമയത്ത് കളികളൊന്നും കളിക്കാതെ, പുത്തനുടുപ്പും പുത്തൻ പുസ്തകവുമായി പുത്തൻ കുടയുമായി വിദ്യാലയമുറ്റത്തേക്ക് വരാതെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണല്ലോ. നിങ്ങൾ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടുന്നതിൻ്റെ കാരണം അറിയാമല്ലോ. ക്യാ ഹേ ബതായിയേ? കൊറോണ, കോവിഡ്-19. അച്ഛാ, എങ്ങനെയാണ് നാം കൊറോണയെ പ്രതിരോധിക്കേണ്ടത്? ഹം കിസ് തരഹ് കൊറോണ ജൂഞ്ച് രഹേ ഹെ? എങ്ങനെയാണ് നാം കൊറോണയ്ക്കെതിരെ പ്രതിരോധിക്കേണ്ടത്? പറയൂ. ഉറുദു മേ ബോൽനെ കി കോശിഷ് കരോ. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. പരമാവധി ഉറുദുവിൽ തന്നെ പറയാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഓക്കെ? മാസ്ക് ധരിക്കണം. കൈസെ ഉറുദു മേ ബോലോ? പറയൂ. മാസ്ക് പഹൻ ലോ. മാസ്ക് ധരിക്കണം. आओ, हाथ अच्छी तरह വൃത്തിയാക്കുക, സോഫ് കർന. अच्छा, आओ, പൊതു സ്ഥലങ്ങളിൽ തുപ്പരുത്. कैसे उर्दू में बोलो? അവാമി മക്കാമാത്ത് पर തൂക്ന നഹീം. തുപ്പുക, തുപ്പരുത്, തുപ്പുക, തൂക്ന നഹീം. अच्छा, आप सब जानते हैं. നിങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ. बहुत अच्छा. प्यारे बच्चों, स्कूल खोलने में बड़ी दिक्कत होना रही है. इससे तमाम क्लास ऑनलाइन के जरिए है पढ़ते हैं. ये हम सब के लिए एक नया तजुर्बा है. പ്രിയപ്പെട്ട കുട്ടികളെ, വിദ്യാലയങ്ങൾ തുറക്കാത്തത് കൊണ്ട്, വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, നമ്മളെല്ലാവരും മുഴുവൻ ക്ലാസ്സുകളുമെല്ലാം ഓൺലൈനിലൂടെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അതൊരു പുതിയ അനുഭവമായിരിക്കുമല്ലോ. ആയേ ഹം സബ് ഏക് തസ്വീരി കഹാനി ദേഖേ. നമുക്ക് ഒരു ചിത്രകഥ കണ്ടാലോ? पेड़ पर कौवा और बच्चे रहते थे. वो रोजाना खाना की तलाश में निकल जाता था. कौवा शाम को खाना लेकर लौट आएगा. और सारे बच्चों को खिलाया जाएगा. प्यारे बच्चों, कहानी कैसा है? अच्छा है? पसंद है ना? നിങ്ങൾക്കൊക്കെ
കഥ ഇഷ്ടമായി കാണുമല്ലോ. ഇസ് കഹാനി മേ കോൻ കോൻ ഹൈ? ഈ കഥയിൽ ആരൊക്കെയാണുള്ളത്? ബതാओ. हाँ, अम्मी चिड़िया और नन्ही चिड़िया. अच्छा बच्चों, घोंसला कहाँ है? എവിടെയാണ് പക്ഷിക്കൂടുള്ളത്? बताओ. पेड़ पर. ठीक है. अम्मी चिड़िया क्या करती है? बताओ. अम्मी चिड़िया नन्ही चिड़िया को खाना खिलाती है. चिड़िया बच्चों को ऐसा खाना क्यों खिलाती है? എന്തുകൊണ്ടാണ് അമ്മക്കിളി കുഞ്ഞുങ്ങളെ ഭക്ഷിപ്പിക്കുന്നത്? ബതാओ. എന്തുകൊണ്ടാ? ആ ഓ നന്നാ ഹേ. അമ്മക്കിളി കുഞ്ഞിക്കിളികൾക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്നത്? നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തന്നിരുന്നു, ഓർമ്മയുണ്ടോ? ബതാओ. ദൂത് പിലാത്തി ഹേ, ഖാന ഖിലാത്തി ഹേ. ആ, നമുക്ക് പാല് തന്നിരുന്നു, അതുപോലെ നമുക്ക് ഭക്ഷണം തരുമായിരുന്നു. എന്തൊക്കെ ഓർമ്മകളാണല്ലേ. हमको एक नज़म सुनते हैं. प्यारी माँ मुझको तेरी दुआ चाहिए, तेरे आंचल की ठंडी हवा चाहिए. प्यारी माँ मुझको तेरी दुआ चाहिए, तेरे आंचल की ठंडी हवा चाहिए. लोरी गा गा के मुझको सुलाती है तो मुस्कुरा कर सवेरे जगाती है तो मुझको उसके सिवा और क्या चाहिए. प्यारी माँ मुझको तेरी दुआ चाहिए. बच्चों, ये नज़म कैसा है? आपको पसंद है ना? ये नज़म किसके बारे में है? बताओ. हाँ, अम्मी के बारे में. अम्मी हमारे घर में क्या क्या करती है? कपड़ा धोती है, खाना पकाती है, घर साफ करती है, घर की आंगन साफ करती है. നമ്മുടെ അമ്മ നമ്മുടെ വീട്ടിൽ ചെയ്യാത്തതായി ഒന്നുമേ ഇല്ല. हमारे अम्मी रूहे रवान है. हमें कुछ तस्वीर देखते हैं. बच्चों, तस्वीर देखा है. पहले तस्वीर में क्या है? എന്താണ് ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടത്? കുറച്ച് ആളുകൾ വീട്ടിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. कुछ लोग घर आने की कोशिश कर रहे हैं. दूसरा तस्वीर में क्या देखा? എന്താ കാണുന്നത്? കുറച്ച് പക്ഷികൾ വീട്ടിലേക്ക് തിരിച്ച് പറന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. परिंदे घोंसले में लौट आती है. तीसरा तस्वीर में क्या है? എന്താണ്? ഒരുപാട് ആളുകൾ അവരുടെ വീട്ടിലേക്ക് നടന്ന് നടന്ന് അവരുടെ കാലുകളിലൊക്കെ മുറിവേറ്റൊരു ഫോട്ടോ ആണ് കാണുന്നത്. ഒത്തു ദൂർ തക്ക് ചലത്തെ ചലത്തെ ഉൻകോ തൽവേ കോ ചൂട്ട് ലഗി ഹേ. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായത്? എല്ലാവർക്കും അവനവന്റെ വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള വലിയ ആഗ്രഹത്തിലാണല്ലോ. അത്രത്തോളം പ്രിയപ്പെട്ടതാണല്ലോ നമുക്കെല്ലാവർക്കും നമ്മുടെ വീടുകൾ. മേരാ ഘർ പ്യാരാ ഘർ, എന്റെ വീട് പ്രിയപ്പെട്ടതാണ്. ബച്ചോ, घर की तस्वीर बनाए और रंग बिरे. घर के बारे में एक छोटा बयानिया तैयार कीजिए. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഒരു മനോഹരമായ ഒരു ചിത്രം വരച്ച് അതിന് നിറം കൊടുക്കുക.
ആ വീടിനെ കുറിച്ച് ഒരു ചെറിയ ഒരു വിവരണവും തയ്യാറാക്കി നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉറുദു അധ്യാപകന് അയച്ചു കൊടുക്കുമല്ലോ. ആജ് ഇത്തന കാഫി ഹെ, ഇന്നിത് മതി. ഇന്നത്തെ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഉറുദു അധ്യാപകനുമായി പങ്കുവെക്കുമല്ലോ. പുതിയ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഖുദാ ഹാഫിസ്.